നെക്സ്റ്റ് റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻസിയേഷൻ്റെ കുറച്ച് റൂൾസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഒരു റൂള് പഠിക്കുന്നു, അതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് റൂളിലോട്ട് പോവാം. ആദ്യത്തെ റൂൾ ഇതാണ്, ഡിഫറൻസിയേഷൻ്റെ ഫസ്റ്റ് റൂൾ ഇതാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു ജി ഓഫ് എക്സ് വന്നാൽ എയും ബിയും കോൺസ്റ്റൻ്റ് ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? ആദ്യം തന്നെ എ മാറ്റി നിർത്താം. അതായത് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതും. എക്സാമ്പിൾ ഞാൻ തരാം. അപ്പോൾ എ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു ജി ഓഫ് എക്സ് വന്നാൽ കോൺസ്റ്റൻറ്റുകളെല്ലാം മാറ്റി നിർത്തിയിട്ട് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതണം. എക്സാമ്പിൾ ഞാൻ തരാം. ഉദാഹരണത്തിന് ഡി ബൈ ഡി എക്സ് ഓഫ് 7x³ പ്ലസ് 9sin x നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റൂള് പ്രകാരം നമ്മൾ ആദ്യം തന്നെ ഈ കോൺസ്റ്റൻ്റ് ഇല്ലേ 7, അതിനെ മാറ്റി നിർത്താം. 7നെ മാറ്റി നിർത്തി, എന്നിട്ട് x³ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. x³ ഡെറിവേറ്റീവ് 3 ഇൻറ്റു എക്സ് റേസ് ടു 3 - 1. അതെങ്ങനെ വന്നതെന്ന് ഓർമ്മയുണ്ടോ? എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റേസ് ടു n - 1 ആണ്. എന്നിട്ട് പ്ലസ് ഇടാം. എന്നിട്ട് അടുത്ത ടേം 9sin x ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 9 മാറ്റി നിർത്താം. sin x ഡെറിവേറ്റീവ് cos x ആണ്. സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഇവിടെ 7 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 21 x² വരും, പ്ലസ് 9 cos x എന്ന് വരും. പ്ലസ്സോ മൈനസോ വന്നാൽ ഓരോ ടേമിനും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതിൽ തന്നെ കോൺസ്റ്റൻറ്റ് ഇൻറ്റു വരുമ്പോൾ കോൺസ്റ്റൻറ്റ് മാറ്റി നിർത്തണം. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 3sin x പ്ലസ് 4tan x നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇത് പ്ലസ് തന്നെ ആവണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ മൈനസ് ആക്കാം. പ്ലസ്സോ മൈനസോ വന്നാൽ ഓരോരുത്തരെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ആദ്യം തന്നെ 3sin x ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ 3 മാറ്റി നിർത്താം. sin x ഡെറിവേറ്റീവ് എന്താണ്? cos x. മൈനസ് ഇടാം. 4 ഇൻറ്റു tan x ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ 4 മാറ്റി നിർത്താം. tan x ഡെറിവേറ്റീവ് നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ പഠിച്ചിട്ടുണ്ട്, sec² x. മനസ്സിലായല്ലോ ഇത്?